ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോമ്പുത്തുറ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് അളിയന്മാരൊക്കെ വരുന്ന കാരണം തന്നെ കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈത്തപ്പഴം പൊരിച്ചതാണ് കേട്ടോ. ഈത്തപ്പഴം പൊരിച്ചിട്ട് വേണം കട്ട്ലറ്റ് പൊരിച്ചെടുക്കാൻ. അപ്പോൾ അതിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ അവിടെ ജ്യൂസൊക്കെ അടിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ഘട്ടമായിട്ട് ഇങ്ങനെ അടിച്ചൊഴിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും അവിടെ ഈത്തപ്പഴം പൊരിച്ചിട്ട് കട്ട്ലറ്റും തീരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് വന്നത് ക്യാമറയും കൊണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞ് അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ബീഫ് പത്തിരി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് വരട്ടിയതാണിത്. അപ്പോൾ ഇതിലേക്ക് പത്തിരി ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ പത്തിരിൻ്റെ കൂടെ പൊറാട്ട, വട്ട് പത്തിരി അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ. ഇത് ചിക്കൻ കറി കുറുമ സ്റ്റൈല് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നാരങ്ങ വെള്ളം, ജ്യൂസ് ഇതൊക്കെയാണ്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും സമയമൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ പാടെ എന്താ പറയുക, റെഡിയാക്കി എടുക്കുമ്പോൾ തന്നെ കുറച്ച് സമയം വേണമല്ലോ ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഇതിൽ സെറ്റാക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ജഗ്ഗിലൊക്കെ ഒഴിച്ച് കൊണ്ടുപോയേക്കണം കേട്ടോ. കൊണ്ടുപോയി വെച്ചിട്ടില്ല, വെക്കാനുള്ള ഒരു റെഡിയാകലാണ്. എല്ലാം കൊണ്ട് റെഡി ആയിട്ട് വേണം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ടേബിളിൽ കൊണ്ടുപോയി വെക്കാൻ എന്ന രീതിയിൽ എല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ അതേമാതിരി സ്നാക്സ് ഐറ്റംസൊക്കെ ഇതാ ഒരു പാത്രത്തിൽ ഇതൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ സെറ്റാക്കുന്നുണ്ട്. ചായ പിന്നെ കുടിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചായ കുടിച്ചത്. അപ്പോൾ കുറച്ച് അധികം സമയമുണ്ടല്ലോ. അപ്പം പിന്നെ ഇതൊക്കെ കഴിച്ച് ജ്യൂസ് ഇതൊക്കെ കുടിക്കുമ്പോൾ തന്നെ വയറ് ഏകദേശം സെറ്റാവും. പിന്നെ ആ തറാവി നിസ്കരിക്കുമ്പോഴത്തേനും അതൊന്ന് ഇതായിക്കോളും വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രൂട്ട്സും ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ടേബിളിൽ കൊണ്ടുപോയി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ അധികം ഒരു വിശപ്പുണ്ട് അങ്ങനെ റെഡി ആയിട്ട് കാണുമ്പോഴേ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട്. പിന്നെ എന്താ പറയുക, ഇതൊക്കെ കഴിച്ച് ഒരു 8 മണി ഒരു 8:30 ആ ഒരു ടൈമിൽ ഞങ്ങൾ പറങ്കേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ